ചാളയാണ്. നല്ല മുരിങ്ങയ്ക്കൊക്കെ ഇട്ട മീൻ കറിയാണ്. ആയിട്ടുണ്ട്. നല്ല നല്ല ചാളക്കറി. നല്ല ഒന്നാം നാടൻ ചാള ഇന്നലെ നമ്മൾ വാങ്ങിച്ചതാണ്. എന്താ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട നല്ല. ഇന്നലെ നമ്മള് തിരുമല ചന്തക്കകത്തുനിന്ന് വാങ്ങിച്ചതാണ്. നല്ല നാടൻ ചാള, നല്ല മുരിങ്ങയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി കറി. ഇനി കഴിച്ചു നോക്കാം. നല്ല ഒന്നാം തരം ചാള പൊടിഞ്ഞു പോയി. ചെറിയ ചാളയായിരുന്നു. നല്ല ചാള, നല്ല രുചിയുള്ള ചാളയാണ്. കൊള്ളാം. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇന്ന് ചോറും മീൻകറിയും മാത്രം. നല്ല നാടൻ ചാളയും. ഭയങ്കര ചൂടാ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഇതുമായിട്ടൊന്ന് കൂട്ടി പിടിച്ച് നോക്കാം. കൊള്ളാം. നല്ല രുചിയുണ്ട്. നല്ല തിളച്ചോണ്ടിരിക്കുക ചോറും. നല്ല ഉഴുന്നുവടയും ചൂട് ഉഴുന്നുവടയും കട്ടൻ ചായയും 4 മണി ചായ. വെള്ളമൊന്നും ഇല്ല. ഈ പാത്രത്തിൽ നല്ല തോർത്തി എടുത്തിരിക്കുന്നതാണ്. നെയ്യിട്ട് ഒന്ന് എല്ലായിടവും കൂടെ ഒന്ന് തേച്ചെടുക്കാം. കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ അപ്പത്തിന് അരയ്ക്കും പോലെ അരച്ച് നല്ലതുപോലെ ആക്കി വച്ചിരിക്കുക. അതിൽ നിന്ന് നമ്മൾ എടുത്ത് ശകലം പഞ്ചസാരയൊക്കെ ഇട്ട് ഏലക്ക പൊടിച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു 6-7 മണിക്കൂർ, ഒരു 4 മണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്നാൽ മതി നല്ലതായിട്ട്. ആ മാവിൽ ഇത് എളുപ്പ പണിയാണ്. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നതിനെ എടുത്ത് അങ്ങനെ ചെയ്യണതാണ്. ഇതിൽ ഏലക്ക അത് ഇതൊക്കെ ഇതാക്കി ഇടും. ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി മാവ് നല്ല കരുവായിട്ടിരിക്കുന്നുണ്ട്. പാത്രം നമുക്ക് വെച്ചു കൊടുക്കും. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. ഇത് ആവിയിൽ വെച്ചാണ് വേവിക്കണത്. ശകലം നെയ്യ് ഇട്ട് കൊടുക്കാമേ. നെയ്യ് നല്ലപോലെ ചൂടായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി അതൊന്ന് ചെറിയതായിട്ട് വറുക്കുമ്പോൾ മുന്തിരിപ്പഴം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പരിപ്പും മുന്തിരിപ്പഴവും അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം വേവിക്കണം. ആവിയിരിക്കണം. എങ്കിൽ ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ആവിയിലിരുന്ന് വേവട്ടെ. അരിച്ചിനെ നമുക്ക് കുഴച്ചെടുക്കാം. അതിന് ശരിയാക്കാം. ആദ്യം അരിച്ചിന്
തൊലിയെല്ലാം പൊളിച്ച് ഇറക്കിയെടുക്കാം. നമ്മൾ പൊളിച്ചിട്ട് കാണാം. മരിച്ചിനി കുഴയ്ക്കാൻ പരുവത്തിനാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. കനം കുറച്ച് മരിച്ചിനി നമുക്ക് കണ്ട ചെറിയ രീതിയിൽ അരിഞ്ഞിറക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ കഴുകി നമുക്ക് അത് വൃത്തിയാക്കിയിട്ട് കുഴയ്ക്കാൻ പരുവത്തിൽ വെള്ളം വീത്തി വേവിച്ചെടുക്കാത്ത മരിച്ചിനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് തിളയ്ക്കാറായി വരണുണ്ട്. മരിച്ചിനി വച്ചപ്പം മറന്നുപോയി എടുക്കാൻ. ഇത് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ച കിണ്ണത്തപ്പത്തിൻ്റെത് ശരിയായിട്ടുണ്ട്. നമുക്ക് നേരെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് കഴിക്കാം. നല്ല പരുവത്തിൽ ആയിട്ടുണ്ട്. ഇത് നല്ല രീതിയിലായിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ നല്ല ഇതായിട്ടുണ്ട്. മധുരം എല്ലാം പാകത്തിനുണ്ട്. മരിച്ചിനിക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടി തേങ്ങ തിരി വെച്ചിട്ടുണ്ട്. അതിൽ ചേർക്കാനുള്ളത് തേങ്ങ, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ശകലം മുളക് പൊടി, പിന്നെ ശകലം കരിവേപ്പില. എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോണ്ട, ചെറുതായിട്ട് ചതഞ്ഞ് എടുത്താൽ ചതച്ചിട്ട്. ഇത് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തീ കൊടുത്തിട്ട് ചെറിയൊരു തീയിൽ ഈ ശകലം ഉപ്പ് ഇട്ട് ഈ അരച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് ആവിയിൽ കയറ്റിയെടുക്കാം. ഉപ്പ് ശകലം തൂറ്റി കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. അരപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. ചെറുതീയിലാണ് അടച്ച് വെക്കണം 5 മിനിറ്റ്. എങ്കിലേ അരപ്പെല്ലാം കൂടെ ഒന്ന് വെന്ത് നല്ല ഇതാവുള്ളൂ. ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മരിച്ചിനീനെ കുഴച്ചെടുക്കാം. നല്ലതായിട്ട് നല്ല വേവണ മരിച്ചിനായിരുന്നു കേട്ടോ. പെട്ടെന്ന് തിളച്ചപ്പോഴേ അത് ഇതായിപ്പോയി. നല്ല കുഴഞ്ഞ പരുവായിട്ടുണ്ട്. എടുത്തിട്ട് കാണാം. ചേർന്ന് കുഴഞ്ഞിട്ടുണ്ട്. നല്ല കുഴഞ്ഞ പരുവായിട്ടുണ്ട്. ഉണ്ടാ നമ്മളത് ചാള മീൻ കറിയും കപ്പ മരിച്ചിനി എന്ന് പറയും, കപ്പ എന്ന് പറയും. കുഴച്ച് ശലം മീനും കൂടി ഇത് ഇളക്കിയെടുത്ത മരിച്ചിനിയാണ്. കഴിക്കാം. കൊള്ളാം, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. കൊള്ളാം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.